ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിതാണ്ട് ഇതുപോലൊരു പഴവും ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെടുത്ത ആ ഒരു പഴം ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനീ ചേർക്കുന്നതേ അത്ര അങ്ങ് പഴുത്ത് ഇതായ പഴമൊന്നും അല്ല, ആവശ്യത്തിനുള്ള പഴുപ്പ്, അതായത് നമുക്ക് കഴിക്കുന്ന പാകത്തിനുള്ള പഴമായിരുന്നു. അതായത് ഒരുപാടങ്ങ് തൊലിയൊന്നും കറുത്തതല്ലായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ വെള്ളം ചേർക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്താലും മതി. ഇപ്പം ഞാൻ ഈ നെയ്യൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ദാണ്ടേ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു മിനിറ്റൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ദാണ്ടെ അതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി നമുക്ക് ആ പഴമൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇപ്പം തന്നെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ദാണ്ടെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി. എന്നാൽ എല്ലാം ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു രുചിയല്ലേ. അപ്പം കുറച്ചൊക്കെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കേൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഏലക്ക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു അരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ തേങ്ങയുടെ ആ പച്ചമണം ചെറുതായിട്ടൊന്നങ്ങ് മാറി കിട്ടണേ. അപ്പോൾ അതുവരെയും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ മറ്റേ ലഞ്ച് ബോക്സ് അല്ല, സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വീണ്ടും പിള്ളേർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. പിന്നെ ക്യാരറ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും നമുക്ക് കഴിപ്പിക്കാൻ എളുപ്പമുള്ളൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ഞാനൊരു 3/4 കപ്പോളം ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ശർക്കര പൊടിച്ചതില്ലെങ്കിലും കുഴപ്പമില്ല, ശർക്കര പാനിയാക്കിയിട്ട് ചേർത്താലും മതി. അതാകുമ്പോൾ പിന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്താണെങ്കിൽ മണ്ണും പൊടിയൊന്നും ഇല്ല. ഇത് ഇതുപോലെ തന്നെ, അതായത് പൊടിച്ചത് തന്നെ നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അതാണ് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി ഈ പഴത്തിൻ്റെ ഈ മിക്സുമായിട്ട് നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ എടുത്ത് കഴിക്കാനേ. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനിയാണ് ഉള്ളതെങ്കിൽ ഈ വെള്ളം ചേർക്കുന്ന പരിപാടി നിർത്താം. ശർക്കര പാനി 1 കപ്പ് അങ്ങ് ചേർത്ത് കൊടുത്താലും മതി ആദ്യം. അപ്പോൾ അതാണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ദാണ്ട ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് നമുക്ക് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം റവ ഉണ്ടാവും, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഉടൻ തന്നെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കണം. ഒട്ടും കട്ട പിടിക്കാൻ അനുവദിക്കാതെ നന്നായിട്ട് അങ്ങ് മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഈ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന ഒരു പരുവാവും. അതുവരെയും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അപ്പോൾ കൈയെടുത്ത് അധിക സമയമൊന്നും നിൽക്കരുത്. ജസ്റ്റ് കൈ അഴിക്കുമ്പോഴൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. എന്ന് കരുതി ഇത് ഒരുപാട് സമയമൊന്നും എടുക്കൂല. ഒരു 1-2 മിനിറ്റിൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി ഇതുപോലെ പാനിൽ നിന്ന് ഇളകി വരും കേട്ടോ. അധിക സമയം നമ്മൾ ഹൽവ കിണ്ടുന്ന പോലെ അത്രയും സമയമൊന്നും വേണ്ട. ഒരു 1-2 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി വരും.
അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യ് ഈ സമയം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഈ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ കിണ്ടി ഒന്ന് എടുക്കാം. ഇപ്പോൾ ദാണ്ടെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വിട്ട് വരുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതപ്പം ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഷേപ്പാക്കി കുറച്ചൊന്ന് റെസ്റ്റ് ആക്കാൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ലഡുവിൻ്റെ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ദാണ്ടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാനിങ്ങനെ റൗണ്ടായിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടി കൊണ്ടുവരാം. ഇതത്ര പെർഫെക്റ്റ് ഷേപ്പൊന്നും അല്ല. ഏകദേശമൊക്കെ ഒരു ലഡുവിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. കാര്യം അത്ര പെർഫെക്റ്റ് ആക്കാനുള്ള സമയം എനിക്കില്ല. എൻ്റെ മോൻ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ഇതിലൊരു 2, 3, 4 എണ്ണം ഒറ്റ ഇരിപ്പിന് തീർക്കും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തന്നെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കാവേ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഫൈനലി കുറച്ച് എള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് വെറുതെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത് കാണാനൊരു ഭംഗിയും കൂടെയാണ്. അതിനുവേണ്ടി ചേർത്തതാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. ഇനിയും കാണാം. അതുവരേക്കും